നമസ്കാരം, കോമഡി ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ കൊല്ലം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 2 ഡിഗ്രി പരീക്ഷകളെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കേരളത്തിൽ ജോലി കിട്ടാൻ പറ്റുന്ന, ശ്രദ്ധിക്കുക, കേരളത്തിൽ ജോലി കിട്ടാൻ പോകുന്ന 2 ഡിഗ്രി പരീക്ഷകൾ. ഒന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, മറ്റത് PSC നടത്തുന്ന അടുത്ത തവണത്തെ ഡിഗ്രി പ്രിലിംസ്. അതിൽ വരാൻ പോകുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഏതായിരിക്കും? LSGI പരീക്ഷയായിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയായിരിക്കും. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സെക്രട്ടറി ആയിട്ട് കിട്ടുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ്. KS കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിപൊളി ജോലി, അല്ലെങ്കിൽ അടിപൊളി പാക്കേജ് എന്ന് പറയാൻ പറ്റുന്ന ജോലി LSGI ജോലി. അതുപോലെ ഇപ്പോഴത്തെ പാരലി നടക്കാൻ പോകുന്നു ഹൈക്കോർട്ടിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി. അത്യാവശ്യം പവറുള്ള കേരളത്തിലെ കൊച്ചിയിൽ കിട്ടുന്ന ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി. ഈ 2 ജോലികൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി രണ്ടും മോശമല്ല, രണ്ടും പഠിക്കേണ്ടതുമാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ബെറ്റർ? ജോലി വെച്ച് നോക്കുമ്പോൾ ബെറ്റർ എന്തായാലും പാക്കേജ് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും ഏതായിരിക്കും? LSGI സെക്രട്ടറി തന്നെയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെക്രട്ടറി തന്നെയാണ്. അടിപൊളി ജോലിയാണ്, ഗസറ്റഡ് റാങ്ക് ആണ്, അതെല്ലാം അടിപൊളിയാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വെച്ച് നോക്കുമ്പോൾ ശമ്പളം കുറച്ച് കുറവാണെങ്കിലും ജോലി സ്ഥിരതയുള്ള ജോലിയാണ്. ഹൈക്കോർട്ടിൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടുക, അവിടുന്ന് പിന്നെയും സ്ഥാനക്കയറ്റങ്ങൾ കിട്ടാം. LSGI സെക്രട്ടറി പോലെ അത്ര കണ്ട് പിടിപ്പത് പണി, അല്ലെങ്കിൽ മെനക്കെട്ട പണി, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ചേർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സൈമിൾട്ടേനിയസ്ലി നോക്കേണ്ട ഒരു ജോലിയല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. കുറച്ചുകൂടെ ഭേദമാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. 2 ജോലികൾക്കും അതിൻ്റെ നന്മയും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് സെൻസിൽ നോക്കുമ്പോൾ, പരീക്ഷകളെ കാണുമ്പോൾ 170 മാർക്കിന്റെ കട്ട് ഓഫ് ആണ്, ഫുൾ മാർക്കാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് എവിടെ വരുന്നത്? ഈ പറയുന്ന പരീക്ഷയിൽ വരുന്നത് 170 മാർക്ക്. 170 മാർക്കിനെ നമുക്ക് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് പ്രിലിംസ് അല്ലെങ്കിൽ MCQ പരീക്ഷയായിട്ടുള്ള പരീക്ഷയ്ക്ക് 100 മാർക്ക് പ്ലസ് അതിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും കൂടി ഉണ്ട്. എസ്സേ, പ്രസി റൈറ്റിംഗ്, അതെല്ലാം ഉള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട്. അതിന് 60 മാർക്ക്, ടോട്ടൽ 160 മാർക്ക്. ഇനി ഒരു 10 മാർക്ക് കൂടെ ബാക്കിയുണ്ട്, വേറെ ഒന്നുമല്ല, ഇന്റർവ്യൂ. അങ്ങനെ ഒരു 170 മാർക്കിന്റെ ടോട്ടൽ ആണ് എവിടെയുള്ളത്? ഹൈക്കോർട്ട് അസിസ്റ്റന്റിനുള്ളത്. ഇനി നോക്കിക്കോളൂ, ഇവിടെ എത്ര കട്ട് ഓഫ് വരുന്നത്? ഓവറോൾ കട്ട് ഓഫ് എത്ര വന്നിട്ടുള്ളത്? 170-ല് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് മാത്രം കൺസിഡർ ചെയ്താൽ 170-ല് 72.67 മാർക്സ് മാത്രമേ അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവസാനത്തെ റാങ്ക്. പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു ജോലി കൂടെയാണ്. PSC പോലെയല്ല, അഡ്വൈസിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി കിട്ടുന്നതാണ്. സോ 72 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പുറത്ത് ഡിഗ്രി പ്രിലിംസ്, അതിനുശേഷം ഡിഗ്രി മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇനി മുന്നേ നടന്നിട്ടുള്ള പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് ആണെങ്കിൽ ഒറ്റ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അതും ഇതിനു മുന്നേ ഒറ്റ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, മെയിൻസിൽ 2 പരീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം പ്രിലിംസ് പാസ്സാക്കണം. പ്രിലിംസ് പൊതുവെ 50 മാർക്കിന്റെ അടുത്താണ് കട്ട് ഓഫ് വരുന്നത്. പ്രിലിംസ് വരെ നമ്മൾ കുറെയൊക്കെ ആൾക്കാർ സേഫ് ആണ്. പക്ഷെ മെയിൻസ് വരുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടുള്ള പേപ്പറിൽ കട്ട് ഓഫ് കണ്ടോ, നല്ല പോസ്റ്റിന്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റുകൾ നോക്ക്, LSGI സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റുകൾ എല്ലാം കട്ട് ഓഫ് വരുന്നത് 50% ഒരുപാട് മുകളിലാണ്. 50% ഒരുപാട് മുകളിലാണ്. തന്നെയല്ല സിലബസ് നോക്കുമ്പോഴോ നമ്മൾ കട്ട് ഓഫ് കമ്പയർ ചെയ്യുമ്പോൾ ഹൈക്കോർട്ടിന്റെ കട്ട് ഓഫ് കുറച്ചും കൂടെ മെച്ചമുള്ള പോലെ തോന്നുന്നുണ്ട്. കട്ട് ഓഫ് കമ്പയർ ചെയ്യുമ്പോൾ ഹൈക്കോർട്ടിന്റെ കട്ട് ഓഫ് കുറച്ചുകൂടെ മെച്ചമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാത്രം കമ്പയർ ചെയ്താൽ മതിയോ? പോരാ. അതിന് കൂടെ എന്തുകൂടെ മനസ്സിലാക്കണം? സിലബസും കൂടെ മനസ്സിലാക്കണം. ഈ കേരള PSC നടത്തുന്ന മെയിൻസ് പരീക്ഷ, ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് പുതിയൊരു സിലബസ് തന്നെ ഉണ്ടാവും. അവിടെ പേപ്പർ 1 ഉണ്ടാവും പ്ലസ് പേപ്പർ 2 ഉണ്ടാവും. ഈ പേപ്പർ 2ന്റെ 100 മാർക്ക് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക് ആയിരിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്,
ഇപ്പൊ LSDA പരീക്ഷയിലാണെങ്കിൽ ഇ ഗവർണൻസ് പഠിക്കാനുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രാസ് റൂട്ട് ലെവലിൽ മുതൽ പഠിക്കാനുണ്ട്, ഇന്ത്യൻ എക്കണോമി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇന്ത്യൻ പൊളിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സിലബസ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ 50% മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. അതായത് അത്ര എളുപ്പമുള്ള സിലബസ് ഒന്നുമല്ല, 50% മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അതുപോലെ ജോലി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലി എന്ന് പറയാം, പാക്കേജിന്റെ കേസിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി എന്ന് പറയാം. പക്ഷേ സിലബസിന്റെ കാര്യത്തിൽ കേരള PSC അങ്ങനെയാണെങ്കിൽ, കേരള PSCയുടെ കഥ ഇതാണെങ്കിൽ ഹൈക്കോർട്ടിന്റെ കഥ കുറച്ച് വ്യത്യാസമുള്ള കഥയാണ്. ഹൈക്കോർട്ട് വന്നപ്പോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഒന്നാമൻ ഇംഗ്ലീഷാണ്, രണ്ടാമൻ GK പ്ലസ് കറണ്ട് അഫയർ ആണ്, മൂന്നാമൻ മാത്സ്. ഇവരാണ് മെയിൻ പ്ലേയേഴ്സ്. ഈ പ്ലേയേഴ്സും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? PSCയുടെയും ഹൈക്കോർട്ട് സിലബസില് കുറച്ചും കൂടെ ഭേദം, പഠിക്കാൻ ഭേദം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അതിന്റെ കാരണം എന്താ? 50% ഇംഗ്ലീഷാണ്. ഓക്കെ, ഇവിടെയും കറണ്ട് അഫയർ കൂടുതൽ, GK പൊതുവെ കുറവാണ്. ഓക്കെ, കറണ്ട് അഫയർ അവിടെ കൂടുതൽ, ഇവിടെ നിന്നും മാർക്ക് ചോദിക്കുന്നുണ്ട്. സോ കറണ്ട് അഫയർ ഇവിടെ കൂടുതലാ. ഒരു 1 ഇയർ ബാക്കോട്ടുള്ള ഒരു കറണ്ട് അഫയറിന്റെ ഏരിയയും കൂടെ അവിടെ നോക്കിയിട്ട് പോകണം. അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങൾ ഇത്രയും PSC പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് തന്നെ അറിയാം, ഇംഗ്ലീഷിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനാണോ എളുപ്പം, GK നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനാണോ എളുപ്പം? ഇംഗ്ലീഷിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെയാണ് എളുപ്പം. അപ്പോ പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഹൈക്കോർട്ടാണ്. കേരള PSC പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പാക്കേജ് നോക്കുമ്പോൾ 2026 പരീക്ഷകൾ നോക്കുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന മാറ്റം എന്താ? ഇവിടെ വരാൻ പോകുന്ന മെയിൻ മാറ്റം എന്താ? ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ, കേരള PSC നോക്കുമ്പോൾ ഇതിന് മെനക്കേട് കൂടുതലാണെങ്കിൽ ഇതിന് സാലറി കൂടുതലാണ്. ഇവിടെ മെനക്കേട് കുറവാണ്, സാലറിയും മറ്റത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇവിടെ ഒരു 40K നിൽക്കുമ്പോൾ ഇതൊരു 60K ഉയരും. കാര്യം എന്താ? ഇത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, പഞ്ചായത്തിലെ ഏറ്റവും മെയിൻ ആളാണ്. ഇത് ഹൈക്കോർട്ടിലെ അസിസ്റ്റന്റ് ആണ്. അതിന് മുകളിലേക്ക് ഒരുപാട് പോസ്റ്റുകൾ പിന്നെയും അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ഈ മാറ്റം മനസ്സിലാക്കുക. കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോഴും പഠിക്കുന്ന എളുപ്പം വെച്ച് നോക്കുമ്പോഴും ഹൈക്കോർട്ടാ ബെറ്റർ. ഇനി CCക്ക് ഹൈക്കോർട്ടിൽ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. എന്താ? കഴിഞ്ഞ വട്ടത്തെ റാങ്കിൽ മികച്ച റാങ്കിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു CCയുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എക്സംപ്ലറി ക്ലാസ് ആണ്. നിങ്ങൾ കാണാത്തവർ ഡെമോ ക്ലാസ്സുകൾ കയറി കാണുക. GK ക്ലാസ്സുകൾ ഞങ്ങൾ ഓൾറെഡി തെളിയിച്ചതാണ്. കഴിഞ്ഞ 4 ഇയേഴ്സിന്റെ GK ക്ലാസ്സുകളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 4 ഇയേഴ്സിന്റെ GKയില് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണ്, അനാലിസിസ് ഞാൻ വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. നമ്മുടെ വീഡിയോസിൽ താഴെ കിടപ്പുണ്ടാവും 4 ഇയേഴ്സിന്റെ GK ക്ലാസ്സസ് എങ്ങനെയാണ്. ഇംഗ്ലീഷില് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നിങ്ങൾ വേറെ ഒന്നും പേടിക്കാനില്ല, CCയുടെ കൂടെ കൂടിയാൽ മതി. ഞങ്ങൾ റിസൾട്ട് കൊണ്ട് തെളിയിച്ചതാണ്. LSDA പരീക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ഡിഗ്രി ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് അതിലും ജോയിൻ ചെയ്യുക. സോ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ, സോ മോറൽ ഓഫ് ദ സ്റ്റോറി, ഇത് എങ്ങനെ അവസാനിപ്പിക്കാം? കട്ട് ഓഫ് നോക്കുമ്പോ, പഠിക്കാൻ എളുപ്പം നോക്കുമ്പോ, കോമ്പറ്റിറ്റീവ് സെൻസ് നോക്കുമ്പോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് ബെറ്റർ. ജോലിയുടെ പ്രൊഫൈൽ നോക്കുമ്പോ, സാലറി നോക്കുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം 2 ജോലിക്കും. പക്ഷെ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ LSDA പരീക്ഷയാണ് ബെറ്റർ. സോ 2 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. 2ഉം ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല അത്രയും നല്ലത്, 2ഉം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും നല്ലത്. ഹൈക്കോർട്ടിന്റെ ഏറ്റവും പുതിയ ബാച്ച് റിസൾട്ട് ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഞാനിരുന്ന് പറയുന്നതല്ല, റിസൾട്ട് ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേരാൻ താല്പര്യമുണ്ടോ? ചേർന്നോളൂ. ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു മെന്ററുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷിന് പ്രത്യേകം വെയിറ്റേജ് കൊടുത്ത്, കറണ്ട് അഫയേഴ്സിന് പ്രത്യേകം വെയിറ്റേജ് കൊടുത്ത്, പരീക്ഷയെ മനസ്സിലാക്കി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് കവർ ചെയ്യാനുള്ള മുഴുവൻ റെക്കോർഡഡ് ക്ലാസ്സുകളും, നിങ്ങളുടെ സംശയം ചോദിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള ബാച്ചുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് പഠിക്കേണ്ട വർക്കൗട്ടുകൾ ഡെയിലി ബേസിൽ, നിങ്ങൾക്ക് ചെയ്യേണ്ട പോളുകൾ ഡെയിലി ബേസിൽ, ഇവർക്ക് വർക്കൗട്ട് ആക്ടിവിറ്റീസ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും കിട്ടണോ? ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇപ്പോഴാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയം. ഇനി പഠിക്കാൻ പറ്റിയ സമയം എപ്പോഴാണോ? അതും ഇത് തന്നെയാണ്. കാര്യം എന്താ? നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പൊ റിലാക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം.
പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും നമ്മളൊരു ബേസ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്താൽ മതിയാവും. സോ സമയം കളയരുത്, പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. CC ഓണം നല്ലോണം പഠിച്ചോണം.